ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നറിയുമോ? കോട്ടയം നാഗമ്പടം മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ എക്സിബിഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ എല്ലായ്പ്പോഴും ഞാൻ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ എപ്പോഴും നമ്മുടെ വീഡിയോ. അപ്പോൾ ചിലപ്പോൾ ഇതും കൂടെയൊക്കെ നിങ്ങൾ കാണും. ഇത് കണ്ടോ, ഒരു റോബോട്ട് ഡോഗ് ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. ഇത് പക്ഷേ നിങ്ങൾ കോട്ടയത്തുള്ളവരെല്ലാവരും പോയി കാണുക. കാണാത്ത നമ്മുടെ ദൂര സ്ഥലങ്ങളിലുള്ളവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിന് നടുക്കൂടെ ഒന്ന് യാത്ര ചെയ്ത പോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. 170 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾക്ക് പിന്നെ ടിക്കറ്റ് എടുക്കണ്ടല്ലോ, ഞങ്ങൾ ഫർണിച്ചറിൻ്റെ അറിയാമല്ലോ ഹസ്ബൻഡിൻ്റെ ജോലി എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഫ്രീ ആകട്ടോ. എല്ലാം ഫ്രീ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റോളുകളിലുള്ള സാധനമൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് എപ്പം കയറണമെങ്കിലും നമുക്ക് 4 പേർക്കും അവിടെ ഫ്രീ ആകട്ടോ. അങ്ങനെ നമ്മളിത് കണ്ടോ, ഓരോ ഇത് ഒട്ടകമല്ല, ഇതെന്താണോ ഇതിങ്ങനെ കുറേ ഉണ്ട്. നമുക്കതിൻ്റെ ഒന്നും പേരൊന്നും വായിക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് അവിടെ കുറേ സമയം നിൽക്കാനോ നല്ല ആളായിരുന്നു ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ. നമ്മൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ആളും ഇല്ലായിരുന്നു, ഒരു രസവും ഇല്ലായിരുന്നു കാണാനായിട്ട്. പക്ഷേ കോട്ടയത്തെ അടിപൊളിയാകട്ടോ, എല്ലാവരും പോയി കാണണം കേട്ടോ. നമുക്കൊരു 170 രൂപ മുടക്കുന്നതിൻ്റെ യാതൊരു മടുപ്പും നമുക്ക് തോന്നത്തില്ല. നമുക്ക് അത്ര രസമാണ്. പിന്നെ മത്സ്യകന്യകയൊക്കെ ഉണ്ട് കേട്ടോ. ദൈവമേ, അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഓരോ പ്രാവുകൾ, ഇതുപോലെ ഇങ്ങനെ മീനുകളാകട്ടോ. നമ്മൾ ഇവിടെ എല്ലാം കണ്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മൾ ഒരു കടലിന് നടുക്ക് ഇങ്ങനെ അകപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത് ഇവിടെ മുതലേ ഫിഷ് ടാങ്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഫിഷുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത നല്ല അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. ഇത് ഗോൾഡ് ഫിഷൊക്കെ പോലൊക്കെ എനിക്ക് തോന്നിയ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ എറണാകുളത്ത് കണ്ടതിൻ്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇത്രയൊന്നും അല്ല, തണൽ എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ ഡബിൾ ഉണ്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ കോട്ടയത്ത് ഇതിൻ്റെ പകുതിയേ ഉള്ളെന്ന്. നമ്മൾ എവിടെയായതോ ഒരു സ്ഥലം പറഞ്ഞു, അവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളടിക്കുന്ന സ്ഥലങ്ങളും ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നതായിരിക്കും ഇത്രയും തന്നെ നമുക്ക് ഒരുപാട് സമയം നടന്ന് ഇങ്ങനെ കാണുവാനായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്കിഷ്ടമായിരുന്നു ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒത്തിരി നേരം നിന്ന് ഇങ്ങനെ കണ്ടത് കണ്ടോ, എന്ത് രസമായിരുന്നു ദൈവമേ. ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി അവിടെ അങ്ങ് നിന്ന് പോകും കേട്ടോ. നമ്മൾ പല തരത്തിലുള്ള പല കളറുള്ള മീനുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. കോട്ടയംകാരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ ഒന്ന് പോയി കാണാം. നമ്മളുടെ മനസ്സിനൊരു സന്തോഷവും ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല കോട്ടയം തരുന്ന ഒരു ഗിഫ്റ്റായതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ കടലിന് നടുക്കൂടെ നമ്മൾ എന്തൊക്കെ കാഴ്ചകളുണ്ടോ ആ കാഴ്ചകളെല്ലാം നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ചെറിയ മത്സ്യങ്ങൾ മുതൽ വലിയ മത്സ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഭയങ്കര വലുപ്പമാണ്. ആ പോകുന്നതിനൊക്കെ ഭയങ്കര വലുപ്പമാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം അവിടെ ഒരു തിക്കും തിരക്കുമാണ്. ഞങ്ങൾ പോയ ടൈമും തിരക്കുള്ള സമയമായിരുന്നു. നമുക്ക് ഓയിലിനായിട്ട് നാഗമ്പടത്തേക്ക് ഒരു കുട്ടി വന്നായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് നമുക്കെന്നാൽ ഇതും കൂടെ ഒന്ന് പോയി കാണാൻ വരാൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരുക്കി ഇങ്ങനെ പെട്ടെന്ന് പോയതാകട്ടോ. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മളൊരു ഗുഹയിലോട്ട് ഇങ്ങനെ അകപ്പെട്ട് കയറുന്ന പോലെയുള്ള എനിക്ക് തോന്നിയ കേട്ടോ. 4 സൈഡിലും വെള്ളത്തിന് നടുക്കൂടെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന പോലെയാണ്. നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ എനിക്ക് ഒരു കാഴ്ചയായിരുന്നു കേട്ടോ.
ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ പോകും തോറും കുറേ സ്ഥലമുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ പെട്ടെന്നൊന്ന് കണ്ട് പെട്ടെന്ന് അങ്ങ് തീരുവല്ല ചെയ്യുന്നത്. കുറേ സ്ഥലത്ത് ഇങ്ങനെ പല തരത്തിലുള്ള പല വെറൈറ്റി ഫിഷുകളാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇതൊക്കെ കണ്ടോ എന്ത് രസമാണെന്നറിയാവോ. ഓരോ കളർ അവരതിനകത്ത് ഇത് കണ്ടോ, ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ നമുക്ക് വെള്ളത്തിനകത്ത് പെട്ടെന്നൊരു എന്താ പറയുന്നത്, ഒരു അത്ഭുതം പോലെ അങ്ങ് നമുക്ക് തോന്നും കേട്ടോ. അത്ര ഭംഗിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും കോട്ടയത്തുള്ള ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും കാണാനായിട്ടെങ്കിലും ഒന്ന് പോകണം കേട്ടോ. ബാക്കി സ്റ്റോളുകളൊക്കെ നമ്മുടെ പണ്ട് എപ്പോഴും നമ്മൾ എക്സിബിഷനിൽ കാണുന്ന സ്റ്റോളുകളൊക്കെ തന്നെയാണ്. മിഠായിയുടെയും പഴയകാല മിഠായികൾ, ടോപ്പുകൾ, ചുരിദാറുകൾ, ചെരുപ്പുകൾ, ഐസ്ക്രീമുകൾ, അങ്ങനെയുള്ള നമ്മുടെ പതിവ് സ്റ്റോളുകളൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു ഭയങ്കര ഒരു മിറക്കിൾ എന്നൊക്കെ പറയുമല്ലേ എന്ന് പറയാം. എൻ്റെ ഓയിലിനെ നിങ്ങളെല്ലാവരും മിറക്കിൾ ഓയിൽ എന്ന് പറയുന്ന പോലെ എന്തോ ഒരു ഭയങ്കര ഒരു അത്ഭുതം എനിക്കിവിടെ തോന്നി കണ്ടോ. എന്ത് രസമല്ലേ. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എങ്കിലേ ഉള്ളൂ ഇതിൻ്റെ. പക്ഷേ എനിക്കിങ്ങനെ നന്നായിട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു ഫോണിൽ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ എടുക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വരുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാവുന്നവർക്ക് ഞാൻ ഇങ്ങനെ പിടിക്കുന്നതാണ് കേട്ടോ. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാവോ, മഞ്ഞ കളറ്, റെഡ്, പിന്നെ വയലറ്റ് കളറുള്ള മീനുകൾ. പിന്നെ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന ഒരു വയലറ്റ് കളറുള്ള ഒരു ചുരിദാർ, ആ കളറുള്ള കുറേ മീനുകളെ ഞാൻ കണ്ടോ. അതൊക്കെ ഒരു ഭയങ്കര ഒരു നല്ല രസമായിരുന്നു. അതുങ്ങളിങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഒത്തിരി ഇത് കണ്ടോ. വലിയ മീനുകൾ, ചെറിയ മീനുകൾ, പിന്നെ നമ്മളിങ്ങനെ അകത്തേക്ക് കയറി പോവുക കേട്ടോ. കുറേ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ നമ്മളിപ്പം അത് തീർന്നിങ്ങോട്ട് വരും. ഇനി മത്സ്യകന്യകയാണ് കാണേണ്ട. എൻ്റെ അമ്മോ, എറണാകുളത്ത് കണ്ടതിൻ്റെ 4 ഇരട്ടി വലുപ്പവും 4 ഇരട്ടി വൃത്തിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കാണേണ്ടത്. നമ്മൾ എറണാകുളത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കാണിച്ചിരുന്നല്ലോ, അന്ന് ഇങ്ങനെയൊന്നുമില്ല, കുറച്ചുണ്ട് കേട്ടോ. അവിടെയും ചെറുതായിട്ട് കുറച്ച് മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതാണ് സൂപ്പർ. നമ്മൾ കോട്ടയത്ത് വന്നേക്കുന്നതാണ് സൂപ്പർ കേട്ടോ. കോട്ടയംകാരൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ പോയി കണ്ട് കാണുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നലെയാണ് പോകാൻ പറ്റിയത്. അതും ഇന്നലെ പോകണമെന്ന് കരുതി ഇരുന്നൊന്നുമല്ല, ആ കൊച്ചിൻ്റെ അടുത്ത് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരുങ്ങി റെഡിയായി അങ്ങ് പോയെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നില്ല. ഒന്നും കൂടെ അതിലെയൊക്കെ നടക്കണം. വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. ഇങ്ങനെയൊക്കെ ഓർത്തെങ്കിലും ഇന്നലെയാണെങ്കിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. എങ്കിലും എനിക്കെന്തോ അവിടെയൊക്കെ അങ്ങ് നിൽക്കാൻ തോന്നി. ഇത് കണ്ടോ, ഇത് നിങ്ങൾ നോക്ക്. ആ മേളിലോട്ട് നോക്കിക്കേ, എന്ത് രസമാണെന്നറിയാവോ. 4 ചുറ്റിനും മീൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇപ്പം 4 പേര് പോയാലും നമ്മൾ അത്രയും രൂപ മുടക്കുന്നതിൻ്റെ ടിക്കറ്റിന് ഇത്രയും രൂപയായല്ലോ എന്നൊരു സങ്കടം നമുക്കിതിനകത്ത് കയറിയാൽ തോന്നത്തില്ല. ഞാനൊരു പ്രൊമോഷൻ വീഡിയോയോ ഒന്നും ഞാൻ പറയുന്നതല്ല. പക്ഷേ എനിക്കങ്ങ് ഭയങ്കരമായിട്ടും എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് നോക്കിയേ നിങ്ങൾ, ഇത് ഇങ്ങനെ ഒന്ന് കണ്ട എന്ത് രസമല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരേ ഒരു ഇത് ആണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു റെഡ് മീൻ കണ്ടോ, വലിയ മീനാണ്, അത് താഴേക്ക് വരുന്ന കണ്ടോ. അതുപോലെ തന്നെ വൈറ്റ് കളറുള്ളതുണ്ട്, പിന്നെ പല തരത്തിലുള്ള ബ്ലാക്ക് ഉണ്ട്. ഇത് കണ്ടോ, ഇത് വെള്ളത്തിനകത്ത് കിടന്ന് തുഴഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ജീവനുള്ള ഒരു കുട്ടിയല്ലേ മത്സ്യകന്യകയായിട്ട് കാണിക്കുന്നത്. അതവിടെയും കുറേ സമയം നമ്മൾ നിന്ന് കേട്ടോ. അത് പിന്നെ നമുക്ക് സങ്കടവും വരും കേട്ടോ. ജീവിക്കാൻ വേണ്ടി അങ്ങനെ പറയാവോ എന്നറിയില്ല. എന്നാലും എനിക്കങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ദൈവമേ.
നമ്മുടെ മീനുകളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് വെള്ളത്തിൽ കിടക്കുന്നതാണ്. മറ്റേ കുട്ടി എന്ന് പറഞ്ഞാലും അത് ശ്വാസം എത്രയോ സെക്കൻഡ് നേരം വെള്ളത്തിനകത്ത് കിടന്ന് തുഴഞ്ഞ് ശ്വാസം കിട്ടാൻ വേണ്ടി മേളിലോട്ട് കുറച്ച് ശ്വാസം ശേഖരിച്ചിട്ട് പിന്നെയും വെള്ളത്തിലേക്ക് വന്ന് നമ്മളെ തുഴഞ്ഞ് കാണിക്കും, തലകുത്തി മറിഞ്ഞ് കാണിക്കും. ഒരു മീൻ എങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഇതുപോലൊക്കെ കിടന്ന് ആ കുട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. പക്ഷേ നമ്മൾ ഇന്നലെ അടുത്ത് കണ്ടപ്പോഴാണ് അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ട്യൂണ് സോങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മത്സ്യകന്യകയുടെ അടുത്ത്. ഈ കുട്ടി അതൊക്കെ പാടിക്കൊണ്ടാകട്ടോ, ഒരു കണ്ണട പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ പാടിക്കൊണ്ട് എന്തോ ആ കേൾക്കുന്ന പാട്ട് പോലെ തന്നെ പാടിക്കൊണ്ടാണ് അത് വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഉണ്ട് കുഞ്ഞു 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 മത്സ്യങ്ങൾ അടുത്തത്. അതെ നമ്മൾ മത്സ്യകന്യകയുടെ അടുത്ത് വന്ന് കേട്ടോ. ഇത് വല്ലാത്ത ഒരു ഫീലിംഗ് ആകട്ടോ. ഇത് നമുക്ക് കണ്ട് ഇപ്പോൾ നമ്മുടെ ബാക്കി നിൽക്കുന്നവരൊക്കെ പറയുന്നത് കേട്ടു 40 സെക്കൻഡ് നേരവും എങ്ങാണ്ടാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ബാക്കി ശ്വസിക്കാൻ വേണ്ടി മേളിലോട്ട് കൈ പിടിച്ച് പൊങ്ങി അവിടെ കുറച്ച് നേരം നിൽക്കും. പിന്നെയും താഴേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി മീൻ കാണിക്കുന്ന പോലെ തന്നെ മത്സ്യകന്യകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരും. പിന്നെ ഒരു യെല്ലോ ഡ്രസ്സ് കയ്യെ ചുറ്റിയിട്ടുണ്ട്. കയ്യേലാണോ അത് കണ്ടോ, കയ്യേല. അപ്പോൾ അതിട്ടിങ്ങനെ ഒന്ന് കറക്കി കാണിക്കും. പിന്നെ മത്സ്യം കാണിക്കുന്ന പോലൊക്കെ കാണിക്കും കേട്ടോ. നമ്മൾ അടുത്ത് നിന്ന് കുറേ നേരം ഞാനത് നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു സന്തോഷത്തിനോടൊപ്പം തന്നെ എന്തോ ഒരു സങ്കടവും തോന്നും ഇത് കാണുമ്പോൾ കേട്ടോ. കാരണം ക്യാഷിന് വേണ്ടി അല്ല ഈ കൊച്ചിത് കാണിക്കുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ എൻ്റെ ദൈവമേ, അതിങ്ങനെ ഇത് കണ്ടോ. പിന്നെ പെട്ടെന്ന് മേളിപ്പോയി നിൽക്കും ശ്വാസം എടുക്കാൻ വേണ്ടി, പിന്നെയും താഴേക്ക് വരും. ഇതൊക്കെ തന്നെ കേട്ടോ. എപ്പോഴും എത്ര നേരം കാണിക്കണം. ഇവിടെ സ്റ്റോള് തുടങ്ങുന്നത് 11 മുതൽ 9:30 വരെയാണെന്ന് തോന്നുന്നു. അത്രയും ടൈമിലേ ഇങ്ങനെ കിടന്നുകൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്നുകൊണ്ട് ഇപ്പം പൊങ്ങി എനിക്കത് താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വന്നിട്ട് കണ്ടോ പാട്ടൊക്കെ പാടിക്കൊണ്ടാകട്ടോ എല്ലാവർക്കും. മറ്റേ എറണാകുളത്ത് കണ്ടതുപോലെ ടാറ്റ തരുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ തുഴഞ്ഞ് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ കാണിക്കുന്ന പോലൊക്കെ കാണിച്ച് വട്ടം കറങ്ങി തലകുത്തി മറിഞ്ഞ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി മേളിലോട്ട് പോവുക. ശ്വാസം ഒരുപാട് പേര് ബാക്കി നിൽക്കുന്നവർ ഒത്തിരി സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി നല്ല ഭംഗിയുണ്ടെന്ന് കുട്ടികളൊക്കെ പറയുന്നുണ്ട്. കണ്ടോ പാട്ട് പാടുന്ന കണ്ടോ. എന്തൊക്കെയോ അതിനൊപ്പിച്ചാ കേട്ടോ പാട്ട് പാടിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് കണ്ടു നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഉള്ളിലൊരു സങ്കടവും തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ കോട്ടയത്ത് തന്നെയല്ല കേട്ടോ, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എക്സിബിഷനിൽ ഒരു പ്രധാന ഇതാകട്ടോ ഇപ്പോൾ ഇങ്ങനെ തണലെന്നോ അങ്ങനെ എന്തോ ഇതിന് പറയുന്ന പേര്. അതായത് മത്സ്യങ്ങൾ കടൽ പോലെ തന്നെ മത്സ്യകന്യക, ഇത് ജീവനുള്ള മത്സ്യകന്യക. ഇത് മറ്റേതെല്ലാം ഫിഷുകൾ, പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ഇപ്പോൾ എല്ലാ സ്റ്റാളുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എല്ലായിടത്തും അവരുടെ സെറ്റിങ്സ് ഭയങ്കര കേട്ടോ. ഒരു എക്സിബിഷനിലേക്കുള്ള ഒരു അട്രാക്ഷനാണ് ഇതൊക്കെ. എങ്കിലും കണ്ടോ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റോളുകൾ മാത്രമുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇതേ മത്സ്യകന്യക എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരാളെന്ന് പറയുമ്പോഴേക്കുവേ കണ്ടോ ഇങ്ങനെ നമ്മുടെ മത്സ്യത്തിൻ്റെ ചിറക് പോലൊക്കെ തന്നെ കിടന്നിങ്ങനെ കാണിക്കും. കണ്ടോ അതിൻ്റെ ആ മുഖം കണ്ടോ. പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഈ പാട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. കോപ്പിറൈറ്റ് കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ ആ പാട്ട് ഓഫാക്കിയത്. ഉണ്ടോ ഒരുമാതിരി നല്ല വണ്ണമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ. നല്ല വണ്ണവും നല്ല നീളവും ഒക്കെയുള്ള കണ്ടോ. മത്സ്യം കാണിക്കുന്ന പോലൊക്കെ കാണിക്കുന്ന കണ്ടോ തലയും കുത്തി മറിഞ്ഞതേ ഇപ്പുറത്തോട് മീനെ പോലെ തന്നെ. എത്ര നേരം വെള്ളത്തിൽ കിടക്കണം അല്ലേ, കഷ്ടം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫർണിച്ചർ.
പിന്നെ നമ്മുടെ ബാഗുകൾ, നമ്മുടെ സ്ഥിരം സ്റ്റോളുകളൊക്കെയാണ് കേട്ടോ. ബാഗുകളുണ്ട്. പിന്നെ നമ്മളെല്ലായിടത്തും കാണുന്ന കാഴ്ചകൾ, പഴയ കാല മിഠായികൾ, അച്ചാറുകൾ, പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന്. അവിടെ എല്ലാം നല്ല ആളായിരുന്നു കേട്ടോ. പിന്നെ ലേഡീസ് സെൻറ്ററുകൾ, അതായത് വള, മാല, പൊട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇത് കണ്ടോ, കുറേ സാധാ കാണുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഐസ്ക്രീമിൻ്റെ സ്റ്റോളുകൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ദേ എവിടെ പോയാലും ഇവിടെ ഒന്ന് ഞാൻ നിൽക്കും കേട്ടോ. കൊതുക്, അതാ കുന്തിരിക്കം, രക്തചന്ദനം, മുൾട്ടാണി മിട്ടി, ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മുൾട്ടാണി മിട്ടിയൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെയുള്ള ഇത് കണ്ടോ, വസ്ത്രങ്ങളുടെ കറ പോകുന്ന അതൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ. ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് മുൾട്ടാണി മിട്ടി വാങ്ങിക്കും, കുറേ കുന്തിരിക്കം വാങ്ങിക്കും. ഇവർക്ക് എന്നെ അറിയാം, എനിക്ക് ഇവരെ അറിയാം. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ ഇവിടുന്ന് കുറച്ചൊക്കെ ഞാൻ. പിന്നെ എനിക്കൊരെണ്ണം ഫ്രീ ആയിട്ടൊക്കെ തന്നു കേട്ടോ. പിന്നെ രാസനാദിപ്പൊടി ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ ഇതേ പഴയകാല മിഠായികളിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ മൂത്തയാൾ മധുരപ്രിയയാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതേണ്ട പേട എടുത്തു. പിന്നെ ഇതൊക്കെ അവൾ വാരിയെടുക്കും കണ്ടോ. പേട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മേടിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ പോയത് വെളിയിൽ നമ്മൾ ഇറങ്ങുക കേട്ടോ. പിന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കണ്ടോ. വെളിയിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിലൊക്കെ സൂപ്പറായിരുന്നു. തിരുനക്കര അമ്പലത്തിലെ ഉത്സവം വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഒരു ഉത്സവ സമയത്തെ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കണ്ടോ എന്തെല്ലാം കുതിരകൾ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിലൊക്കെ കയറാൻ എനിക്ക് പേടിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു നിൽക്കാനേ എനിക്കിഷ്ടമുള്ളൂ. പിന്നെ ഈ പ്രാവശ്യത്തെ നമ്മൾ തൊട്ടിലാട്ടം ഇപ്പം ഈ പ്രാവശ്യം അവിടെ കണ്ടതുണ്ടല്ലോ, നല്ല ഭയങ്കര ഹൈറ്റിൽ 2 സൈഡിലും ലെഫ്റ്റ് റൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ള തൊട്ടിലാട്ടം കണ്ടു. അത് ഭയങ്കരമായിട്ടും ഇതാകട്ടോ. പിന്നെ പിള്ളേർ എന്നോട് ഐസ്ക്രീം മേടിച്ച് തരാൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അച്ചയോട് പറയാൻ, ഐസ്ക്രീം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇവളുമാർ അച്ചാക്കിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കുന്നിടത്ത് പോയി നിൽക്കും. എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തും കണ്ടുകൊണ്ടും ഒക്കെ അതിലേ നടന്നു കേട്ടോ. അവർ 2 പേർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ എപ്പോഴും പറയും കേട്ടോ, ഇങ്ങനെയൊന്നും പോകുന്നിടത്ത് ഐസ്ക്രീം കഴിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവർ 2 പേരും കേൾക്കത്തില്ല. അപ്പം പിന്നെ അവർക്ക് ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ അവലോസ് പൊടിയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലതാണ്. എൻ്റെ മുളയരിയുടെ അത് സൂപ്പറാണ് കേട്ടോ. വലിയ മധുരമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ അറിയാവുന്നത് കൊണ്ട് കുറച്ച് കൂടുതലൊക്കെ തരും കേട്ടോ നമുക്ക്. പിന്നെ ഇത് ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 സൈഡിലും മാത്രമേ ഉള്ളായിരുന്നു. തൊട്ടിലാട്ടം പോലെ തന്നെ നല്ല ഹൈ ആന്നേ ഉള്ളൂ. കുറച്ച് ഒരു 10-20 പേർക്ക് ഒരു സൈഡിൽ ഇരിക്കാവുന്നതാണ് തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടോ, കാറിച്ചയും കൂവിച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറേ കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഉള്ള ഒരു ടാങ്ക് പോലെയുണ്ട്. 2 പേരും ഐസ്ക്രീം മേടിച്ച് കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞു ശകല നേരം കൊണ്ട് നിൽക്കാം. എനിക്ക് വീട്ടിൽ വന്നിട്ടാണ് ഒരുപാട് പണികളുള്ളത്, വീഡിയോ പോലും ഇട്ടിട്ടുള്ളതല്ല. എങ്കിലും ഞാൻ കുറച്ചുകൂടെ നിൽക്കാമെന്നും പറഞ്ഞ് പിന്നെ എൻ്റെ കണ്ണിതലോട്ട് പോകും കേട്ടോ. അതിനകത്ത് സത്യം പറഞ്ഞാൽ പേടിയാകും. വേറെ റൗണ്ടിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരു ഭയങ്കര ഒരുപാട് സ്പേസ് എടുത്ത് ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഓരോ കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു 170 രൂപ ഒരാൾക്ക് കൊടുത്ത് കയറുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്